സെക്കൻഡ് സെമസ്റ്ററിലെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ വളരെ ബേസിക് കോൺസെപ്റ്റ്സ് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ നാച്ചുറൽ റിസോഴ്സസ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസിനെ കുറിച്ചും അതിന് നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസിനെ കുറിച്ചും അതിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ പ്രിവെൻറ്റ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിനെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് എയർ, വാട്ടർ, സൺലൈറ്റ്, അതുപോലെ ലാൻഡ്, ആനിമൽസ്, പ്ലാന്റ്സ്, മിനറൽസ്, ഇതൊക്കെ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ റിസോഴ്സസ് ആണല്ലേ. അതിൽ പലതും എന്താണ് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇപ്പോൾ ലൈക്ക് എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, സൺലൈറ്റ് ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണല്ലേ. നമുക്കറിയാം ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഫുഡ്, ഫോർ ഷെൽട്ടർ, ഫോർ എനർജി, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നാച്ചുറൽ റിസോഴ്സ്മെൻറ്റ് അത്രയും നല്ലൊരു റോൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ റിസോഴ്സസ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും അതിൻ്റെ അവൈലബിലിറ്റി ഒരുപോലെ ആയിരിക്കില്ല. ചില സ്ഥലത്ത് നല്ല രീതിയിലുള്ള മിനറൽസ് ഉണ്ടായിരിക്കും, ചിലത്ത് ആ രീതിയിലുള്ള മിനറൽസ് കുറവായിരിക്കും, വേറെ ടൈപ്പ് മിനറൽസ് ആയിരിക്കും. ചിലടത്ത് സോയിൽ നല്ലതായിരിക്കും, ചിലടത്ത് നല്ല റെയിൻഫോൾ കിട്ടും, ചിലടത്ത് നല്ലൊരു എയർ ഉണ്ടായിരിക്കും, ചിലടത്ത് കുറേ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും, ചിലത്ത് കുറേ ഡിസേർട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഓരോ പ്ലേസും പ്ലേസ് ടു പ്ലേസ് എന്ത് ചെയ്യും നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഡിഫറെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് രണ്ടിടത്തിരിക്കാം. ഒന്ന് റിന്യൂവബിളും നോൺ റിന്യൂവബിളും. വീണ്ടും വീണ്ടും നാച്ചുറലി തന്നെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റിന്യൂവബിൾ റിസോഴ്സസ്. ഇപ്പോൾ ലൈക്ക് ഫോറസ്റ്റ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എയർ, വാട്ടർ, ഇതൊക്കെ എന്താണ് റിന്യൂവബിൾ ആണല്ലേ. എന്നാൽ നോൺ റിന്യൂവബിൾ ഉണ്ട്, ലൈക്ക് ഫ്യൂവൽസ്, മിനറൽസ് ഒക്കെ. അതൊക്കെ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരുപാട് വർഷങ്ങളെടുക്കും റിന്യൂ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും റിന്യൂ ചെയ്ത് തരില്ല. അങ്ങനത്തതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതുപോലെ തന്നെ യൂസബിൾ റിസോഴ്സസും നോൺ യൂസബിൾ റിസോഴ്സസും ഒക്കെ ഉണ്ട്. സോ അപ്പോൾ ഇതൊക്കെ എന്താണ് ഓരോ പ്ലേസ് ടു പ്ലേസും സിറ്റുവേഷൻ വൈസും ഒക്കെ ഈ റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഡൈവേഴ്സ് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ലാൻഡ് റിസോഴ്സസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫോറസ്റ്റ് റിസോഴ്സസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, വാട്ടർ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, ഫുഡ് റിസോഴ്സസ്, എനർജി റിസോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ വരുന്ന ലാൻഡ് റിസോഴ്സ്, ഫസ്റ്റ് നമ്മൾ ലാൻഡ് റിസോഴ്സാണ് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലാൻഡ് റിസോഴ്സാണ് അല്ലേ. അപ്പം ഹ്യൂമൻസ് ആയാലും വേരിയസ് പർപ്പസിന് നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ലാൻഡിൻ്റെ സർഫസിനെയാണ് നമ്മൾ സോയിൽ എന്ന് പറയുന്നത്. നമ്മളിപ്പം അഗ്രികൾച്ചറിനായാലും ബിൽഡിംഗ് ഉണ്ടാക്കാനും റോഡ് ഉണ്ടാക്കാനും ഫോറസ്ട്രിക്കും മൈനിങ്ങിനും ഒക്കെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാൻഡ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് തന്നെയാണ്. അപ്പോൾ ലാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ അതായത് സോയിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഓർഗാനിക് സംഭവങ്ങളുണ്ട്, വാട്ടർ കണ്ടൻറ്റ്, മിനറൽസ് ഒക്കെ ഡിഫറെൻറ്റ് പെർസെൻറ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സോയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓവർ മൈനിങ് കാരണമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ കാരണമോ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോയിൽ ഇറോഷൻ നടക്കുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ ഹറിക്കെയിൻ, സ്റ്റോം പോലെയുള്ള ഇതൊക്കെ അതിന് റീസണായിട്ട് പറയാൻ പറ്റും. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്കതിന് റീസണായിട്ട് പറയാൻ പറ്റും. ത്രൂ ഹറിക്കെയിൻ ആൻഡ് സ്റ്റോംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് സോയിൽ കാര്യങ്ങളൊക്കെ വേറെ പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാറ്റിൽസൊക്കെ ഓവർ ഗ്രേസിങ് കാരണം സോയിൽ നശിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡീഫോറസ്റ്റേഷൻ. നമ്മൾ അനധികൃതമായി മരം മുറിക്കുന്നതോ അല്ലെങ്കിൽ മരങ്ങൾ കത്തിക്കുന്നതൊക്കെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള സോയിൽ ഇറോഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാം കാര്യങ്ങൾ കെട്ടുന്നത് കൊണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഡാം സോയിൽ ഇറോഷൻ കാരണമാകുന്നുണ്ട്. അതുപോലെ മൈനിങ് കാരണങ്ങൾ കൊണ്ടൊക്കെ സോയിൽ ഇറോഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇനി ഈ ഒരു സോയിൽ ഇറോഷൻ കാരണം ഫ്ലഡ് ഉണ്ടാവാനും നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കാര്യങ്ങൾ കുറയാനും നമുക്ക് വളർച്ച ഉണ്ടാവാനും അതുപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി കുറയാനും ക്രോപ്പിൻ്റെ ഇത് കുറയാനൊക്കെ കാരണമാകുന്നുണ്ട്. ഭയങ്കരമായിട്ട് ബാഡായിട്ടുള്ളൊരു എഫക്റ്റാണ് ഒരു സോയിൽ ഇറോഷൻ കാരണം ആക്ച്വലി ഉണ്ടാകുന്നത്. ഇനി സോയിൽ ഇറോഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചാൽ കൂടുതൽ പ്ലാന്റ് ക്രോപ്പ് ചെയ്യാന്നുള്ള, കൂടുതൽ
ക്രോപ്സ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റിങ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ എക്സസീവ് ആയിട്ടുള്ള ഗ്രേസിങ് കാര്യങ്ങൾ കുറക്കുക, മിനിമൽ ആയിട്ടുള്ള ഗ്രേസിങ് കാര്യങ്ങൾ കൊണ്ടുവരിക. അതുപോലെ റീഫോറസ്റ്റേഷൻ, നമ്മൾ എത്ര മരങ്ങൾ മുറിക്കുന്നു അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഈ അണ്ടർ ഗ്രൗണ്ട് വാട്ടർ സപ്പോർട്ട് കൂടാൻ വേണ്ടിയിട്ട് ഡ്രെയിനേജ് സെറ്റപ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കുക, കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഒരു ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് നമുക്ക് ഫോറസ്റ്റ് റിസോഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ എർത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് മരങ്ങൾ, ട്രീസ്, പ്ലാന്റ്സ്, വൈൻസ് ഒക്കെ ഭയങ്കര ഡെൻസിലി കവേർഡ് ചെയ്തിട്ടുള്ള പ്ലേസിനെയാണ് ഫോറസ്റ്റ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേച്ചറിൽ നമുക്ക് ഒരുപാട് ഫോറസ്റ്റുകളുണ്ട്. ഡിഫറെൻറ്റ് ജീവികളും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഒക്കെ ഉള്ളതാണ് ആക്ച്വലി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഒരുപാട് ജീവികൾക്ക് ഫുഡായിട്ടും ഷെൽട്ടറായിട്ടും ഒക്കെ അത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മഴ കിട്ടാനും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ കുറയ്ക്കാനും ഓക്സിജൻ സപ്ലൈ കൂടാനൊക്കെ ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മനുഷ്യന്മാരായാലും ഫോറസ്റ്റിനെ ഡിഫറെൻറ്റ് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഫയർ വുഡായിട്ടും നമുക്ക് ഫേർണിച്ചറിനുള്ള മരങ്ങളായിട്ടും പേപ്പർ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഫോറസ്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ കിട്ടാനും നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറയാനൊക്കെ ഫോറസ്റ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ കുറയ്ക്കാനും റെയിൻഫോൾ കൂടാനൊക്കെ ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫോറസ്റ്റ് റിസോഴ്സസിൻ്റെ യൂസസ് ആയിട്ട് പറയും. പക്ഷേ ഫോറസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ളൊരു പ്രോസസ്സ്. അതായത് അനധികൃതമായിട്ട് എന്ത് ചെയ്യുക, മരങ്ങൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ മരങ്ങളെ ബേൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പക്ഷിമൃഗാദികളുടെ ഹാബിറ്റാറ്റും ഷെൽട്ടറും അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് നശിക്കുന്നത് അല്ലേ. നമ്മുടെ ഫേർണിച്ചർ ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമുക്കൊരു അഗ്രികൾച്ചർ ഫീൽഡ് കൂട്ടാനും അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രി കെട്ടാനൊക്കെ നമ്മൾ ഫോറസ്റ്റ് നശിപ്പിക്കുമ്പോൾ ഒരുപാട് ജീവജാലങ്ങളാണ് അത് കാരണം ബുദ്ധിമുട്ടാകുന്നതും അവർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നതും. അപ്പം അതൊക്കെ ഇപ്പോൾ പലരും ഇല്ലീഗൽ സ്മഗ്ലിംഗ് നടത്താറുണ്ട് അല്ലേ. അതായത് ചന്ദനത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഡിഫറെൻറ്റ് മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഫോറസ്റ്റ് റിസോഴ്സസിനെ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ഉണ്ടായാൽ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാവും. ഒരു മെയിൻ കാരണം സോയിൽ ഇറോഷൻ ഉണ്ടാവും, ലാൻഡ് സ്ലൈഡ്സ് കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടി ഇത് കാരണമാവും. അതുപോലെ തന്നെ വൈൽഡ് ലൈഫിനെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. മരങ്ങൾ കുറയുന്നതനുസരിച്ച് അവരുടെ ഷെൽട്ടറും ഫുഡൊക്കെയാണ് കുറയുന്നത്. സോ അതനുസരിച്ചിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ലൈഫ് അവസാനിക്കാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓക്സിജൻ്റെ മെയിൻ ഒരു സപ്ലൈ ഏരിയയാണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയാനും നമുക്ക് ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലം വരാനും അതുപോലെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടാനും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഡീഫോറസ്റ്റേഷൻസ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. മോർ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുക, ട്രീസ് കാര്യങ്ങൾ പ്ലാന്റ് ചെയ്യുക, സ്ട്രിക്റ്റ് ലോസിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അനധികൃതമായിട്ട് വൈൽഡ് ലൈഫിനെ ആക്രമിക്കുകയും ഡീഫോറസ്റ്റ് നടത്തുമ്പോഴും നല്ല കനത്തമായ ശിക്ഷ കൊടുക്കുക, നല്ലൊരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ റീസൈക്ലിങ് റീയൂസിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു ഫേർണിച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിനെ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തിട്ട് വേറെ ഫേർണിച്ചറാക്കിയിട്ട് മാറ്റുക. അതുപോലെ പേപ്പറൊക്കെ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. സോ അപ്പോൾ അത്രയാണ് നമുക്ക് ഫോറസ്റ്റിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് വാട്ടർ റിസോഴ്സസ്. സോ നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണല്ലേ വാട്ടർ. നമ്മൾ എർത്തിൽ 97% വാട്ടർ ആണെങ്കിലും നമ്മൾ എർത്തിൽ ഇപ്പം 100% വാട്ടർ നോക്കുകയാണെങ്കിൽ 97% സോൾട്ട് വാട്ടറാണ്. അപ്പോൾ ഓൺലി 3% മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫ്രഷ് വാട്ടർ ഉള്ളത്. ഈ ഫ്രഷ് വാട്ടർ തന്നെ എർത്തിൻ്റെ സർഫസിലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രോസൺ വാട്ടറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കുടിക്കാനും ഒക്കെയുള്ള പ്യുവർ വാട്ടറായിട്ട് കിട്ടുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത്രത്തോളം വാട്ടർ എന്താണ് ആക്ച്വലി കുറവാണ്. അപ്പോൾ നമ്മൾ അത്രയും നല്ല രീതിയിൽ വേണം അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
വാട്ടർ സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ്. നമ്മളിപ്പോൾ സർഫസ് നിന്നോ അല്ലെങ്കിൽ കടലിൽ നിന്നൊക്കെയുള്ള വെള്ളം ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും, നീരാവിയായിട്ട് മേലെ പോകുന്നു. അത് വീണ്ടും എന്ത് ചെയ്യുന്നു, തണുത്ത് ഉറഞ്ഞ മേഘങ്ങളായിട്ട് കാറ്റടിക്കുമ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്തിട്ട് വെള്ളമായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ വെള്ളം പലതും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. പലതും ഇങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ അത് പൊല്യൂട്ടഡായി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അഫ്കോഴ്സ് വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകും അല്ലേ. അപ്പോൾ വാട്ടർ റിസോഴ്സസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്, അതായത് വെള്ളമില്ലായ്മ. അപ്പം ഇതിനൊക്കെ ഈ ഒരു വാട്ടർ സ്കേഴ്സിറ്റി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്ന്, മഴവെള്ളം സംഭരിക്കുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ആളുകൾക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതിന് അവയർനെസ് കൊടുക്കാം. കൂടുതൽ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുക, കൂടുതൽ ഡാംസ് കാര്യങ്ങൾ റിസർവയറൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കടൽ വെള്ളം ഉപ്പ് കളഞ്ഞിട്ട് ശുദ്ധീകരിച്ച് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും. ദെൻ മിനറൽ റിസോഴ്സസ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഒരു റിസോഴ്സാണ് മിനറൽ റിസോഴ്സ്. കുറച്ചുകൂടി നമുക്ക് ഒരു എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള റിസോഴ്സസും കൂടിയാണ് കേട്ടോ. ഓരോ കൺട്രിയുടെയും എക്കണോമിക്കൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മിനറൽ റിസോഴ്സസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇപ്പോൾ ഇന്ത്യയിലായാലും വേറെ കൺട്രീസായാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽസ് ആണ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അറേബ്യൻ കൺട്രീസിന് പെട്രോളിയം അവിടെ കൂടുതലാണ്, ചില കൺട്രീസിൽ ഗോൾഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതൊക്കെ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസും എക്കണോമിക്കൽ വാല്യൂ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ മെറ്റാലിക് റിസോഴ്സസ് ഉണ്ട്, നോൺ മെറ്റാലിക്, ഫ്യൂവൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ മിനറൽസിനും ഓരോരോ യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഈ മിനറൽസൊക്കെ അധികം നമ്മൾ മൈൻ ചെയ്തിട്ടാണ് എടുക്കുക, നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ മൈൻ ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ മൈൻ ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ അത് ഒരുപാട് പൊല്യൂഷന് കാരണമാവും. ലൈക്ക് എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷൻ, നമ്മുടെ സോയിൽ കണ്ടാമിനേറ്റ് ചെയ്യാനും നോയിസ് പൊല്യൂഷൻ ഉണ്ടാവാനും ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ വേസ്റ്റേജ് ഇല്ലാണ്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, സസ്റ്റൈനബിൾ മാനറിൽ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബിക്കോസ് ഈ മിനറൽസ് നമ്മൾ വീണ്ടും വീണ്ടും മൈൻ ചെയ്തെടുക്കുമ്പോൾ അത്രത്തോളം പൊല്യൂഷൻസ് കാര്യങ്ങൾ വീണ്ടും ഉണ്ടാവുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫുഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് അല്ലേ. നമുക്ക് എനർജി കിട്ടാനും നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യാനും ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടാനും ഡെയിലി ആക്ടിവിറ്റി ചെയ്യാനൊക്കെ നമുക്ക് ഫുഡ് എന്നുള്ളൊരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും അഗ്രികൾച്ചർ ക്രോപ്സ് എന്ന്, ലൈഫ് സ്റ്റോക്ക് എന്ന്, ഫിഷ് എന്നൊക്കെയാണ് ഫുഡ് കിട്ടുന്നത്. ഓക്കെ, അഗ്രികൾച്ചർക്കൊപ്പം നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ, ലൈഫ് സ്റ്റോക്ക് ആകുമ്പോൾ മിൽക്ക്, മീറ്റ്, എഗ്ഗ്, ഹണി, അതുപോലെ ഫിഷ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഫുഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡിൻ്റെ അവിടെ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഫുഡ് ക്രൈസിസ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ആക്ടിവിറ്റി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാതിരിക്കുക, അതൊക്കെയാണ് നമ്മൾ ഫുഡ് ക്രൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫുഡ് അയാൾക്ക് കിട്ടാതിരിക്കുക, അതാണ് ഫുഡ് ക്രൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മെയിൻ ഒരു കോസ് വെച്ചാൽ പോപ്പുലേഷൻ ഗ്രോത്ത് അതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡൊക്കെ ഡിസ്ട്രക്ട് ചെയ്ത് ബിൽഡിങ്സ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കാര്യങ്ങൾ കുറവാണ്. അതുപോലെ ഒരുപാട് ക്രോപ്പിൽ നിന്ന് ഡിസീസസ് വന്ന് നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഇല്ലായ്മ, ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഷോർട്ടേജ് ഓഫ് വാട്ടർ, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നമുക്കിതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോസായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു അഗ്രികൾച്ചർ ഒരു കാര്യം, അതായത് പ്രൊഡക്ഷന് കാര്യങ്ങൾ വളരെ കുറവാണ്. സോ അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ഒന്ന് എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ കാര്യങ്ങളിലൊക്കെ ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് കർഷകരെ വീണ്ടും അഗ്രികൾച്ചറിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ അഗ്രികൾച്ചർ ലാൻഡ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുക, നല്ല സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക, റെയിൻ വാട്ടർ കൂടുതലായിട്ട് എത്തിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ഫുഡ് ഷോർട്ടേജ് ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടി പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് എനർജി റിസോഴ്സസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് റിസോഴ്സാണ് എനർജി റിസോഴ്സസ്. സോ നമുക്കറിയാം ഡിഫറെൻറ്റ് ആവശ്യങ്ങൾക്ക് നമുക്ക് എനർജി വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട് നമ്മുടെ ചുറ്റും. അതിൽ റിന്യൂവബിൾ എനർജി ഉണ്ട്, നോൺ റിന്യൂവബിൾ ഉണ്ട്. ഇപ്പം ലൈക്ക് ഇപ്പോൾ വെള്ളം, അതുപോലെ സോളാർ എനർജി, ബയോമാസ്, വിൻഡ് എനർജി, ജിയോതെർമൽ, ഇതൊക്കെ റിന്യൂവബിൾ ആണ്. പക്ഷേ ഇത് തന്നെ നമുക്ക് ഫോസിൽ ഫ്യൂവൽസ്, ന്യൂക്ലിയർ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. റിന്യൂവബിൾ എന്ന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും നാച്ചുറലി ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്കറിയാം വെള്ളം ഡാമിൽ കെട്ടി നിർത്തിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുന്നുണ്ട്. വിൻഡ് എനർജി, വിൻഡ് മിൽസ് യൂസ് ചെയ്തിട്ട് വിൻഡ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. സോളാർ പാനൽസ് യൂസ് ചെയ്ത് സോളാർ എനർജി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ ബയോമാസ് എനർജി ഉണ്ടാക്കുന്നുണ്ട്, ടൈഡൽ എനർജി അല്ലേ, വേവ്സ് എന്നൊക്കെ ടൈഡൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ റിന്യൂവബിൾ ആണല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 2 പഠിക്കാനുള്ളതാണ്, ജിയോ തെർമൽ എനർജിയും അതുപോലെ തന്നെ ഓഷൻ തെർമൽ എനർജി എന്ന് പറയുന്നത്. അല്ല, ജിയോ തെർമൽ എനർജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എർത്തിൻ്റെ അണ്ടറിൽ ഭയങ്കരമായിട്ട് ഹോട്ടാണല്ലോ. അപ്പം എന്ത് ചെയ്യും, ഈ ഹോട്ട് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഹീറ്റിന് എന്ത് ചെയ്യും, ഒരു കുഴൽ വെച്ചിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് കണ്ടൻസ് ചെയ്തിട്ട് നമ്മളതിനെ തണുപ്പിച്ചിട്ട് അതിന് നമ്മൾ ടർബൈൻ വെച്ച് കറക്കിയിട്ട് ആ എനർജിയെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് മെയിൻസിലേക്ക് കൊണ്ടുവന്നിട്ട് എഗെയിൻ നമ്മൾ ആ ഒരു നമ്മൾ കണ്ടൻസ് ചെയ്തിട്ടുള്ള സാധനത്തിൽ നമ്മൾ കൂൾ ചെയ്തിട്ട് വീണ്ടും എർത്തിൻ്റെ അണ്ടറിലേക്ക് തന്നെ വരും. അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, വീണ്ടും വീണ്ടും എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാണ് ജിയോ തെർമൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓഷൻ തെർമൽ എനർജി ആണെങ്കിൽ നമ്മുടെ ഓഷൻ്റെ ഏറ്റവും മേലെ സർഫസ് കുറച്ചുകൂടെ ചൂടായിരിക്കും. അതായത് താഴത്ത് നോക്കുമ്പോൾ മേലെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് മേലെ നല്ല ടെമ്പറേച്ചറും താഴെ തണുത്തുമായിരിക്കും. അപ്പോൾ മേലെയുള്ള ഈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഈ ഒരു എയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവാപ്രേറ്റ് ചെയ്തിട്ട് ടർബൈൻ കറക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻ ആ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടൻസ് ചെയ്ത് വീണ്ടും നമ്മൾ കടലിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നു. സോ അതും എന്താണ്, റിന്യൂവബിൾ ആണല്ലോ. സോ അതാണ് ഓഷൻ തെർമൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിന്യൂവബിളിൽ പഠിക്കാനുള്ളത്. ഇനി നോൺ റിന്യൂവബിൾ ആണെങ്കിൽ അതിൽ വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും റിന്യൂ ചെയ്യാൻ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് എനർജിയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഓയിൽ, കോള്, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി ഒക്കെ അതിന് എക്സാമ്പിളാണ്. സോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയർ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ പവർ പ്ലാന്റ്സിൽ വെച്ചിട്ട് നമ്മൾ നടത്തിയിട്ട്, അതായത് ആറ്റോമിക് എനർജിയെ കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ. സോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് റിസ്ക്കിയാണ്. അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഒറ്റ ടൈം ലിബറേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും ഇതുപോലെയുള്ള ഒരു എനർജി റിസോഴ്സസ് ആയിട്ട് അല്ലെങ്കിൽ എനർജി സോഴ്സസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക, അതിൻ്റെ ക്രൈസിസ് കാര്യങ്ങൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക.